നമസ്കാരം, പാപ്പൻ ട്രേഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിവിധ തരത്തിലുള്ള ഡ്രില്ലുകളാണ്. ഡ്രില്ലുകൾ, ഹാമർ ഡ്രില്ലുകൾ, അതുപോലെ ബ്രേക്കർ മുതലായവയാണ്. അതൊക്കെ ഏതൊക്കെ സെക്ഷനിൽ, അത് ഏതൊക്കെ സ്ഥലത്താണ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 6 തരത്തിലുള്ള മെഷീനുകളെ പറ്റിയാണ്. ബ്രേക്കറുകൾ, അതുപോലെ ഡ്രില്ല്, അതുപോലെ സെൽഫ് ഡ്രില്ല്, അതുപോലെ ഹാമർ ഡ്രില്ല് മുതലായവയാണ് പരിചയപ്പെടുന്നത്. അതിന്റെ ബിറ്റും നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന HCCയുടെ 20 kg ഒരു ബ്രേക്കറാണ്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ബീമുകൾ, അതുപോലെ കട്ടിയുള്ള കോൺക്രീറ്റുകൾ, അതായത് 4 ഇഞ്ച് 5 ഇഞ്ച് കനത്തിലുള്ള കട്ടിയുള്ള കോൺക്രീറ്റുകളൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതിനും, അതുപോലെ തന്നെ കോൺക്രീറ്റ് ബ്രേക്ക് ചെയ്യുന്നതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലാണ് ഇതിന്റെ ലൂബ്രിക്കേഷൻ ഉപയോഗിക്കുന്നത്. മറ്റ് മെഷീനുകളിൽ ഗ്രീസ് ഉപയോഗിക്കുമ്പോൾ ഇതിൽ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പവർഫുൾ ആയിരിക്കും കുറച്ചുകൂടെ. ഇത് ഹെവി വർക്കിന് ഉപയോഗിക്കുന്നു. ഇതിന്റെ ബിറ്റ് ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മോഡൽ വരുന്നത് HCC 2095 ആണ്. ഇതിന്റെ വാട്ട്സ് വരുന്നത് 1600 വാട്ട്സ്, RPM വരുന്നത് 1400 RPM ആണ് വരുന്നത്. ഈ മെഷീന് നല്ല പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും, അതുപോലെ ബിൽഡിംഗ് ഒക്കെ പണിയുന്ന സമയത്തൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് HCCയുടെ തന്നെ 12 kg ഒരു ബ്രേക്കറാണ്. അപ്പോൾ ഇത് 1800 വാട്ട്സ് ആണ് ഇതിന്റെ പവർ വരുന്നത്. ഇതിന്റെ RPM വരുന്നത് 1800 RPM വരുന്നുണ്ട്. ഇത് പവർ അഡ്ജസ്റ്റബിൾ ആണ്. അത് നമുക്ക് പവർ ഇങ്ങനെ കൂട്ടിയും കുറച്ചും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പവർ കൂട്ടിയും കുറച്ചും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ലൂബ്രിക്കേഷൻ വരുന്നത് ഗ്രീസാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഗ്രീസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഗ്രീസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ബിറ്റ് ഉപയോഗിക്കുന്നത് ഒരു ഫ്ലാറ്റ് ബിറ്റും ഒരു പോയിന്റ് ബിറ്റുമാണ്. പോയിന്റ് ബിറ്റാണ് കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഫ്ലാറ്റ് ബിറ്റ് കൂടെ നമുക്ക് തരുന്നുണ്ട്, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഐബലിന്റെ 1050 വാട്ട്സിന്റെ ആണ്. ഈ മെഷീൻ ചിപ്പിംഗ് മെഷീനാണ്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രീഷ്യന്മാരാണ്. അവർക്ക് ഭിത്തി കട്ട് ചെയ്യാനും, അതുപോലെ തന്നെ ഭിത്തിയുടെ തുളയിടാനും ഉള്ള ആവശ്യത്തിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഭിത്തി പൊട്ടിക്കാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ കോൺക്രീറ്റുകൾ, അതായത് 1 ഇഞ്ച് 2 ഇഞ്ച് കോൺക്രീറ്റ് ഒക്കെ വലിയ കട്ടിയില്ലാതാണ് നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ബിറ്റ് വരുന്നത് ഒരു ഫ്ലാറ്റ് ബിറ്റും ഒരു ഇങ്ങനെയാണ് ബിറ്റ് ഇടുന്നത്. ഒരു ഫ്ലാറ്റ് ബിറ്റും ഒരു പോയിന്റ് ബിറ്റും വരുന്നുണ്ട്. അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഒരു 3-4 വർഷം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. വലിയ കംപ്ലൈന്റ് ഒന്നുമില്ല. നല്ലൊരു പ്രോഡക്റ്റുമാണ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഹെവി മോഡല് ഹാമർ മെഷീനാണ്. അപ്പൊ ഇത് നമ്മൾ ഇലക്ട്രീഷ്യന്മാർക്കും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എന്താവശ്യത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഭിത്തിക്ക് തുളയിടാൻ, അല്ലെങ്കിൽ നമുക്ക് ഹെവി ആയിട്ടുള്ള ഈ മോഡല് 1 ഇഞ്ചുള്ള തുളയൊക്കെ ഇടാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ചെറുതായിട്ട് ഭിത്തി ഒക്കെ ചിപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് 3 മോഡാണ് ഇതിന്റെ വരുന്നത്. ഇത് ഈ റെഡ് കളർ നോബിന്റെ ഈ നോബ് ഇങ്ങനെ അമർത്തി പിടിച്ച ശേഷം ഇത് ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ഒരു മോഡായി. ഇത് ചിപ്പ് ചെയ്യാനും തുളയ്ക്കാനും കൂടെ ഉള്ളതാണ്. ഇത് രണ്ടിനും കൂടെ ഉള്ളത്. ഇത് നമുക്ക് ഡ്രില്ല് ചെയ്യാനുള്ള മോഡലാണ്. അതുപോലെ ഇപ്പുറത്തുള്ളതാണ് നമുക്ക് ഭിത്തി കുത്തി കളയാനും. അങ്ങനെ ആ മോഡൽ ഓരോ പവർ കൂടി വരും ഓരോ മോഡ് നമ്മൾ മാറ്റി വരുന്ന സമയത്ത്. പിന്നെ ഇതിന് വരുന്നത് മോഡൽ വരുന്നത് 2026S ആണ്. HCC 2026S ആണ് മോഡൽ വരുന്നത്. അതുപോലെ ഇതിന്റെ RPM വരുന്നത് 1100 RPM ആണ് പെർ മിനിറ്റ്. അപ്പോൾ നല്ല പവർഫുൾ ആണ്. ഇതിന്റെ വാട്ട്സ് വരുന്നത് 1280 വാട്ട്സ് ആണ്. അപ്പോൾ അറിയാം, നമുക്ക് ഈ മറ്റേ ഭിത്തി പൊട്ടിക്കുന്ന അതേ മെഷീൻ്റെ തന്നെ പവറും വാട്ട്സ് നമുക്ക് വിധേല ഉപയോഗിക്കാൻ പറ്റും. ഒരു ഹെവി മെഷീനാണ്. ഇത് ഹാമർ ഡ്രില്ലിനെ അപേക്ഷിച്ച് ഹെവി മെഷീനാണ്. ഇതിന്റെ ഡ്രിൽ ബിറ്റ് വരുന്നത് 26 mm ആണ് ഇതിന്റെ ഡ്രിൽ ബിറ്റ് വരുന്നത്. ഇത് നമ്മളിങ്ങനെ ഇടുക. അതിനുശേഷം നമുക്കിത് ഭിത്തി തുളയ്ക്കുകയോ രണ്ട് കാര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഹാമർ ഡ്രില്ലാണ്. 20 mm ബിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഇലക്ട്രീഷ്യന്മാർ, അതുപോലെ നമുക്ക് വീട്ടുപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇത് വരുന്നത് 500 വാട്ട്സിന്റെ മെഷീനാണ്. 20 mm ബിറ്റ്. അപ്പം ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന തട്ടനൊക്കെ പിടിക്കുന്ന സമയത്തും, അതുപോലെ തന്നെ നമുക്കൊരു TV സ്റ്റാൻഡ് പിടിപ്പിക്കാനോ, അല്ലെങ്കിൽ മറ്റ് പല ആവശ്യത്തിനും നമുക്കിത് വീട്ടുപയോഗത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ ഡ്രില്ല് ബിറ്റ് വരുന്നത് ഇത് ഇങ്ങനെ ഇടുക. 20 mm ആണ് ഇതിന്റെ ലാസ്റ്റ് ബിറ്റ് വരുന്നത്. നമുക്കിങ്ങനെ തുളയ്ക്കാം. അതുപോലെ തന്നെ 2 മോഡ് വരുന്നുണ്ട്. ഒന്ന് ചിപ്പിങ്ങും ഒന്ന് ഡ്രില്ലിങ്ങും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റും.
ഈ ഒരു മെഷീൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പരിചിതമാണ്. കാരണം എന്താ വെച്ചാൽ വീടുകളിലൊക്കെ മിക്ക വീടുകളിൽ തന്നെ കാണും. നമ്മുടെ കടകളിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു മെഷീനാണ്. അത്യാവശ്യം നമുക്കൊരു സെൽഫറിൽ ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഷീറ്റൊക്കെ ഒന്ന് അടിച്ച് ഒരു സ്ക്രൂ അടിക്കാനോ അല്ലെങ്കിൽ ഒരു തടിക്ക് തുളയിടാനോ ചെറിയ ആവശ്യങ്ങൾക്കെല്ലാം ഈ മെഷീനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്ക്രൂ അഴിക്കാനും അതുപോലെ ടൈറ്റ് ചെയ്യാനും നമുക്ക് ഈ മെഷീൻ ഉപയോഗിക്കാം. മെഷീനുകളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയ പുതിയ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻ്റായി അയച്ചു തരിക. ഞങ്ങൾ അതിനുള്ള മാറ്റങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. എല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്, ചാനൽ കാണുന്നുണ്ട്. പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലും പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുള്ളൂ. താങ്ക് യു.